കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കരിമ്പുഴ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്തുള്ള അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റണമെന്നും വെട്ടിയിട്ട മരങ്ങൾ റോഡരികിൽ നിന്നും മാറ്റി വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കണമെന്നും ആവശ്യം. കഴിഞ്ഞ വർഷം ഇവിടെ മരം പൊട്ടി വീണ് അപകടമുണ്ടായിരുന്നു. തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ ITI, അന്ധവിദ്യാലയം, B.Ed കോളേജ്, കല്യാണി കോളേജ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി മരങ്ങളാണ് ഇവിടെ അപകടകരമായ രീതിയിൽ നിൽക്കുന്നത്. കാറ്റും മഴയും വന്നാൽ ഇവ പൊട്ടിവീഴാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ വിട്ട സമയത്ത് ഇവിടെ മരം പൊട്ടിവീണ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനും മുൻ വാർഡ് മെമ്പറുമായ M. ചന്ദ്രമോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പ്രദേശത്താകമാനം ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നു പോകുന്ന തിരക്ക് പിടിച്ച ഒരു പ്രദേശമായി തോട്ടര പ്രദേശം മാറുകയാണ്. ഇത് പറയാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ വർഷം ഏകദേശം മഴക്കാലത്തിന്റെ ഒരു മധ്യഭാഗത്തോടുകൂടി സ്കൂൾ വിട്ട ഒരു 3:45-4 മണിയോടുകൂടി ഇവിടെ ഒരു വലിയൊരു പുളിമരം നിന്നിരുന്നു. ആ പുളിമരം ശക്തമായ മഴയിലും കാറ്റിലും പൊട്ടി വീണ് റോട്ടിലേക്ക് മറയുകയും അതിൻ്റെ അടിയിൽ ഈ സ്കൂളിലെ 4-5 വിദ്യാർത്ഥികൾ പെടുകയും അവരെ വലിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും റോഡ് സൈഡിലെ വീഴാറായ മരങ്ങളൊക്കെ വെട്ടിമാറ്റണമെന്ന് മുറവിളി കൂട്ടി. PWD ഉണർന്ന് പ്രവർത്തിച്ചു. ചില മരങ്ങളൊക്കെ പെടാതെ മുറിച്ച് കിടക്കുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെ ഇട്ടു. ആ സംഭവം നടന്നു. ഒരാഴ്ച എല്ലാവരും ജാഗരൂകരായി. അതിനുശേഷം അതൊക്കെ മറന്നു കഴിഞ്ഞു. മഴക്കാലം വരാറായി. അതേ സംഭവം ഇനി ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ജൂണായാൽ വിദ്യാലയം തുറക്കാൻ പോവുകയാണ്. ഇവിടെ ഏകദേശം ഒരു 3000-ലധികം വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഏത് നിമിഷവും ഈ മരങ്ങളൊക്കെ നിലം വീഴാവുന്ന, നിലം പൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ഒരു അപകടം വന്നാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചത്. ഇത് ഉടനെ തന്നെ കണ്ണു തുറക്കണം. കൂടാതെ മഴ പെയ്താൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം റോഡിന് മുകളിലൂടെ പരന്നൊഴുകുന്നതും അപകടാവസ്ഥ ഉണ്ടാക്കുന്നതായി ഇവർ പറയുന്നു. വാഹനങ്ങൾ അതിവേഗത്തിൽ പോകുമ്പോൾ കുട്ടികളുടെ മുകളിലേക്ക് വെള്ളം തെറിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ വഴുതി വീഴുന്നതും പതിവാണെന്നും സ്കൂളിന് മുന്നിലൂടെ അഴുക്കുചാൽ നിർമ്മിച്ച് തൊട്ടടുത്തുള്ള കൽവർട്ടിലേക്ക് വെള്ളം കടത്തിവിടുകയാണ് ചെയ്യേണ്ടതെന്നും ചന്ദ്രമോഹനൻ പറഞ്ഞു. വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ 3-4 ഏക്കർ ഉള്ള സ്ഥലമാണ്. അത് റോഡിനോട് ചെരിഞ്ഞു കിടക്കുകയാണ്. ആ പ്രദേശത്ത് വീഴുന്ന മുഴുവൻ പെയ്യുന്ന വെള്ളവും ഈ വഴിയിലൂടെ ഒലിച്ച് റോട്ടിലിറങ്ങുകയാണ്. റോട്ടിലിറങ്ങി ചരലും മണ്ണും ഒക്കെ റോട്ടിലൂടെ ഒലിച്ചാണ് ഈ അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഇടവഴിയിലൂടെ പോയി പാടത്തുള്ള തോടിലെത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും അപകടം നടക്കാനുള്ള വലിയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബൈക്കുകളെ തെന്നി വീണ റോഡ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ പോയി ഇടിച്ച് വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത. അവിടെ പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ അവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുകയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ PWDയുടെ ഒരു ചെറിയൊരു കൈച്ചാലെടുത്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ കൾവെട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഉടൻ തന്നെ PWD ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വേണം. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇതിൽ അർജന്റായിട്ട് ഇടപെടണം.